ഹലോ നമസ്കാരം. യു കെ ബഡീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ ഡെർബിഷെയറിൽ തന്നെയാണ്, നമ്മുടെ ചെസ്റ്റർഫീൽഡിലെ നമ്മുടെ ചാർസ്വർത്ത് ഹൗസിലെ ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. വ്യത്യസ്തമായ ഒരു മാർക്കറ്റാണ്. പീക്ക് ഡിസ്ട്രിക്റ്റിലുള്ള ചാർസ്വർത്ത് ഹൗസിലെ ഒരു ക്രിസ്മസ് മാർക്കറ്റിലേക്കാണ്. ക്രിസ്മസ് മാർക്കറ്റിന്റെ വിശേഷങ്ങളും ബാക്കി നമുക്ക് ക്രിസ്മസ് മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. നമ്മളിങ്ങനെ നടന്നു പോട്ടോ. എന്ത് രസമാണെന്നറിയാം. നിങ്ങൾ കണ്ടേ, ഇതാണ് പീക്ക് ഡിസ്ട്രിക്റ്റിന്റെ തുടക്കം. ഇതുണ്ട്, ഇവിടെ ഇരിക്കുമ്പോ തന്നെ വളരെ മനോഹാരിത തോന്നുന്ന അത്ഭുതകരമായ ഒരു അന്തരീക്ഷം അല്ലേ. ഇതിപ്പോ മരങ്ങൾ, ഇത് ചെടി ഇതില്ലാത്തതല്ലേ. എന്താ പറഞ്ഞ താഴെ ഒരു പണി കിട്ടിയില്ലോ, ചെളിയാത്. ഓ അടിപൊളി, ഒന്നും പറയാനില്ല. ഇതുണ്ടോ സംഭവം ഫുൾ സെറ്റപ്പാ. ഇതെന്നാ ഇത് അച്ഛനെ, നമുക്ക് ഇതുകൂടി പോകാൻ പറ്റുമോ? കണ്ടിട്ട് പേടിയൊന്നും ഇല്ല. എന്നാന്നറിയത്തില്ല, ചെറുതായിട്ട് കൈ പറയ്ക്കുന്നു, തണുത്തിട്ടായിരിക്കും. ഇംഗ്ലീഷ് തന്നെ എഴുതി വെച്ചിരിക്കുന്നേ. ആ പറയൂ, എന്താ പറയൂ, ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഒന്ന് പറ. ആ പറയൂ, അവിടെ എഴുതി വെച്ചിരിക്കുന്നു. അത് നമ്മുടെ ചാർസ്വർത്ത് പാർക്കിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ട് ഇതാക്കുന്നതാണ്. We hope you have a very enjoyable visit to Charsworth. അല്ല അത് മനസ്സിലായി, പക്ഷെ ഇതെന്ത് കെട്ടിടമായിരുന്നു? എന്ത് കെട്ടിടമാണെന്ന് ഒരു പിടുത്തം കിട്ടുന്നില്ല. ഇനി അരുവിയിലേക്ക് പോകണം. അരുവി കുരുവി പൂന്തേനരുവി. ഇതെന്നാന്ന് ചോദിച്ചാൽ ഇവിടെ എല്ലാം കുതിര പോയ പാടാട്ടോ. കുതിര പോയ പാട് ഇവിടെ ഉണ്ട്. ഇതാ അതല്ല അല്ല, ഞാൻ കാരണം എന്തിനറിയാവോ, ഈ നമ്മൾ ഈ രാത്രി പാതിരാത്രിക്ക് പോകുമ്പോണ്ടല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു മൂടിപ്പാട്ട് പാടാറില്ലേ? അല്ല ഇവിടെ ഇപ്പം രാത്രി ആയല്ലോ, ഇവിടെ രാത്രി ആയല്ലോ. ഇത് കണ്ടോ? ഓ ഇതിപ്പോ നമ്മൾ അവിടെ എത്തുമ്പോൾ നേരം വെളുക്കുവോ? അറിയില്ല, ഇങ്ങനെ ഇരുട്ടായിക്കൊണ്ടിരിക്കുക. നമ്മളിനി പോകുമ്പം എന്തെങ്കിലും വേണ്ട, കാരണം നമ്മുടെ ലൈറ്റ് ഒന്നുമില്ല. മൊബൈലിൽ ലൈറ്റ് മതിയാവോ? അത് എനിക്ക് മുന്നേ കൂട്ടി അറിയായിരുന്നു. എന്തായാലും ഇരുട്ട് വരാണെങ്കിൽ അതിന് വേണ്ടിട്ട് ഒരു സംവിധാനമായിട്ട് ഇറങ്ങിയിരിക്കുന്നത്. ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇന്ന് മേടിച്ചതാ. അപ്പൊ ഇരുട്ടത്തെ ഉണ്ടെങ്കിലുണ്ടോ നമ്മൾ വെക്കുക. ഇതിപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. ഞാൻ അറിയാണ്ട് കൈ തൊട്ടപ്പോ ലൈറ്റ് എത്തുന്നുണ്ട്. അപ്പോഴേ എന്താ സംഭവം എന്നുള്ള അറിഞ്ഞത്. ഇതിന്റെ പേരെന്താന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും പേരുണ്ടാവുമായിരിക്കും. അങ്ങനെ ഒരുവിധം നമ്മൾ ഇവിടെ എത്തിയല്ലേ, കൊട്ടാരത്തിന് മുന്നിലെത്തി. ഇതാണ് സംഭവം കേട്ടോ. ഇത് നോക്കി, എന്താ സംഭവം നോക്കി. ഇത് നമ്മളിപ്പോൾ ഇങ്ങനെ അകലേന്ന് ഇങ്ങനെ കാണുന്നു. ഇതാ കൊട്ടാരം, ഇതാണ് കാണുന്നത്. ആ കാണുന്നതാണ് കൊട്ടാരം. ഇതുണ്ടോ, ഇതൊക്കെ ലൈറ്റ് ഓട്ടോമാറ്റിക്കാണ്. നമ്മളത് എത്ര മിനിറ്റ് നടന്നുണ്ടോ? ഏകദേശം ഒരു 2 കിലോമീറ്ററോളം അല്ലേ? അരമണിക്കൂർ തന്നെ നമ്മൾ നടന്നു ഇങ്ങോട്ട് കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഷോടാന്ന് ഇറങ്ങിയോളൂ. അതറിയാൻ പറ്റിച്ചു, ചോദിച്ചു പോവാ. ആ എൻട്രൻസിലെത്തി. ഇതാണ് ചാർസിന്റെ എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ചാർസ്വർത്ത് ഹൗസ് ക്രിസ്മസ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. കണ്ടോ, ക്രിസ്മസ് മാർക്കറ്റ് എല്ലാ തരത്തിലുള്ള പറഞ്ഞ ഗിഫ്റ്റ്സും. ഏകദേശം 85,000 രൂപയാണ് ഈ ഒരു സാധനത്തിന്. എന്താ അതിന് 250 രൂപ, 20,000 രൂപയാണ് ആ ഒരു സംഭവത്തിൻ്റെ വില. യുകെയിലെ പഴയ ബസ്സാണ്. ഡബിൾ ഡെക്കർ ക്രിയേറ്റിവിറ്റി ചെയ്തിട്ട് ഡബിൾ ഡെക്കർ പാഴാക്കി ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്നും പറയാനില്ല എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും എന്താ പറയുക, എല്ലാവരും പറയും നമുക്കിങ്ങനെ ക്രിയേറ്റിവിറ്റി ആയിട്ട് ഒരുപാട് സംഭവങ്ങളുണ്ട്. നമുക്കിത് പുറത്ത് കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് മൊത്തം സെയിലും കാര്യം ക്രിസ്മസിനോടനുബന്ധിച്ചുള്ള സെയിലാണ്. ഒത്തിരി വെറൈറ്റി ഉണ്ട്. ഞാനെങ്കിൽ ആദ്യമായിട്ട് കാണുന്നതാണ് കേട്ടോ. നമുക്ക് എന്തായാലും ഞങ്ങൾ കണ്ട കാഴ്ചകൾ നിങ്ങളോട് കാണിക്കുകയാണ്.
അപ്പം നമുക്ക് കണ്ടു പോട്ടോ. അതെ ക്രിസ്മസ് എത്തിയില്ല ശരിയെല്ലാം. ഈ പറഞ്ഞ ക്രിസ്മസിന്റെ എല്ലാ ടിക്കറ്റും സോൾഡ് ഔട്ട്. പോകുന്നുണ്ട്. ചേട്ടന്മാരുടെ പാട്ട് ഗംഭീരമാക്കി സോങ് അല്ലേ, ഒരു രക്ഷയില്ല. ഇവിടെ എല്ലാ വെറൈറ്റിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇത് സൂപ്പുണ്ട്, കടയാണ്. ക്രിസ്മസ് എന്ന് പറയുന്നത് ഇതല്ലേ ശരിയായ ക്രിസ്മസ്, ഇതാണ് ആഘോഷം. എവിടെ തിരിഞ്ഞാലും നക്ഷത്രങ്ങളൊക്കെ എന്തൊക്കെ സ്റ്റോഴ്സ് അല്ലേ, എവിടെ സത്യം പറയാ എങ്ങോട്ട് തിരിയണമെന്നൊരു ഐഡിയ. ഇനിയും കിടക്കുകയാണ്, ഇവിടെ കിടക്കുകയാണ്. നമ്മൾ അവിടുന്ന് അരമണിക്കൂർ കൂടുതൽ നടന്നു അല്ലേ. നമുക്ക് നഷ്ടമൊന്നുമില്ല, ഒരു നഷ്ടവും. അതെ 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 ചേട്ടന്മാരുടെ പാട്ട് സൂപ്പറാക്കിയില്ല, അവർക്ക് മനസ്സിലായി നമ്മൾ ആവശ്യം കൂടി, നമുക്ക് വേണ്ടി അവർ പാടി തന്നു. അതെ അതെ ആവശ്യം കൂടി അവർക്ക്. ഇവിടെയാണ് റെസ്റ്റോറൻറ്റ്സ് ആണ് ഇതൊക്കെ. എന്തെല്ലാം വെറൈറ്റിയാണ്. എന്താ പറയേണ്ടത്, നമുക്ക് ലൈറ്റുകള്, പലഹാരങ്ങള്, കേക്കുകള്, ക്രിസ്മസ് കേക്ക്, നക്ഷത്രങ്ങള്, വൈനുകള്, എല്ലാ സംഭവമുണ്ട്. ഇത് മനോഹരൻ, അതിമനോഹരം എന്ന് വേണം പറയാം അല്ലേ. അതെ 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 അതിമനോഹരം, ഒന്നും പറയാനില്ല. അതെ വളരെ ഇതിനു മുന്നേ ഇങ്ങനെ ഒരു അല്ലേ. അതെ അതെ ഇത്രയും നമ്മളിത് വന്നതുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. ക്രിസ്മസ് ഈവന്റ് നടക്കുന്ന അറിഞ്ഞത് ആക്ച്വലി അവിടെ നടക്കുന്നതിനെ കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് ശരിക്കും നമുക്ക് അതിന്റെ രസമാക്കി അങ്ങോട്ട് നമുക്ക് പോകാട്ടോ, അങ്ങോട്ട് പോവാം. തിരിച്ചു വന്ന് നമുക്ക് ബാക്കി വീണ്ടും ഇതിലൂടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടോ ഇവിടെ എന്തൊക്കെയാണ് ഭരണി. പണ്ട് ശ്രീനിവാസൻ ചോദിച്ചോണ്ട് ശശിധരനോടെ ശ്രീനിച്ചോട് ഭരണിയിലുണ്ടെന്ന് പറഞ്ഞാൽ ഇത് കംപ്ലീറ്റ് ഭരണിയാണ്. എന്ത് സംഭവം അറിയത്തില്ല, പുള്ളിയെടുത്ത് ചോദിക്കാല്ലോ എന്താണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് നോക്കിയിട്ട് ചോദിച്ചാൽ മതി. എന്താ ചോദിക്കാലോ. 12 പോകണ്ട കുറേ ഇങ്ങോട്ട് 1200 രൂപയാണ്. Catch it.
വെറൈറ്റി കാണിക്കാൻ ഇങ്ങനെ കാണാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ അല്ലേ? ഇതുണ്ട്, ഇതൊക്കെ ഓരോ വെറൈറ്റിയാണ് അല്ലേ? എന്താ ഇത് നമ്മളിങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചില്ല അല്ലേ? ഒട്ടും പ്രതീക്ഷയില്ല. അതെ, എന്തായാലും അരമണിക്കൂർ നടന്നെങ്കിൽ എത്താം. അരമണിക്കൂർ നടങ്ങി നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അല്ലേ? അതുമാത്രമല്ല കാണുന്ന പ്രേക്ഷകർക്കും കുഴപ്പമില്ലാന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അവർക്കൊക്കെ നല്ലൊരു പുതിയൊരു അനുഭവം, നമുക്ക് പുതിയൊരു അനുഭവം ആകുമ്പോൾ അവർക്ക് അതിൻ്റെതായ എന്നെ സംബന്ധിച്ചുള്ള ഇത് വളരെ പുതിയൊരു അനുഭവം. അതെ, നമ്മൾക്ക് എല്ലാവർക്കും ക്രിസ്മസ് മാർക്കറ്റ് ഇത്രയും നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാ സംഭവം എനിക്കൊന്ന് യു കെയിലുള്ള ഏറ്റവും ചെറിയ സാധനത്തിന്റെ ഒരു സ്റ്റോളെങ്കിലും ഇവിടെ ഉണ്ടാവും. അതെ, ഉറപ്പാണ്. അത് ഉറപ്പല്ലേ? എന്ത് സാധനമാണെങ്കിലും ഏത് വെറൈറ്റി സാധനം, ഫാഷൻ ആൻഡ് ഡിസൈൻസ് ഇവിടെ ഫാഷൻ ഡിസൈൻസ് ഇങ്ങനെ അതിനിടയ്ക്ക് മച്ചാൻ അവിടെ അങ്ങോട്ട് പോകുന്നുണ്ട്. നമ്മൾ വേറെ പുറകെ ഒന്ന് പോയി നോക്കാം. ഒരു കടവും ഷൂട്ടിംഗ്. ഇത് മിക്സ്ഡ് മാർഷൽസ് അല്ലേ? Yeah, feel free to try them. The kids really enjoy the marshmallows, you know. They really love it. Oh. Thank you. Thank you. ഡിസൈൻ മാത്രമല്ല, അതെ അതെ ഒത്തിരി അതെ അതെ അതിന്റെ ഇടയ്ക്ക് ഫുഡ് സ്റ്റോൾസ്, അതെ 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 എല്ലാ സംഭവം ഉണ്ട്. ശരിക്കും നമ്മൾ ഇത് ലണ്ടനിൽ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു അല്ലേ? ലണ്ടൻ സൈഡ് ഉണ്ട് അല്ലേ? തിരക്കായിരിക്കും ഒന്നാമത്തെ കാര്യം. പക്ഷെ ഇവിടെ നമുക്ക് അധികം തിരക്കില്ല. അതെ അതെ കണ്ട് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രണ്ടല്ലൊക്കെ ഈ പറഞ്ഞ അതെ 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 അതെ. ഇവിടെ വന്ന് പിന്നെ നമ്മളൊരു മലയാളികളെ ഇവിടെ നമ്മൾ കണ്ടിട്ടില്ല, ഒരു ഇന്ത്യക്കാരെ അല്ലേ? ഒരാളും ഇതിനകത്തില്ല. ചിലപ്പോൾ നേരത്തെ വന്നു പോയിട്ടുണ്ടാവും. അതെ അതെ അപ്പം അങ്ങനെയാ സംഭവിക്കുക. അതെ ഇതിങ്ങനെ നമുക്ക് കയറാറാം. ഇതുണ്ട്, ഒരു വണ്ടിയുണ്ട്, ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഇവിടുത്തെ ഒരു വണ്ടിയാണ് 18 LP 12 മറിഞ്ഞ് ഇതാ ഒരു മിനിറ്റ്. നമ്മുടെ നാട്ടിലെ പല വണ്ടികളും ഇതേപോലെ ആക്കിയിട്ടുണ്ട്. കാരണം വെച്ചാൽ ഫുഡ് സ്റ്റോളാണ്. ഇതുണ്ട്, ഇവിടുത്തെ വണ്ടിയുണ്ട്. ഇത് ആദ്യകാലങ്ങളിലെ വണ്ടിയാവാൻ സാധ്യതയുണ്ട്. ഇതിൽ എഞ്ചിനൊക്കെ മിക്കവാറും അങ്ങനെയാണ്. ആ അതെ അതെ അതെ. ഏതായാലും 4 ടയറുണ്ട്, അതെനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൻ്റെ അവസ്ഥ എന്നാ നോക്കട്ടെ. ഓ ചായക്കല്ലേ ഇങ്ങനെ പറഞ്ഞേ. Oh, don't do that. I wonder what you were doing. You've got a big glass there. Yeah, I'm just asking about this one. What is the best before? What was it before? Yeah, what was it before? It's a best. I haven't seen before these kinds of You've things. got one at home. This one hasn't got an engine. Mine's got an engine, so we can drive ours. This one has to go on a loader thing. Have you got the MOT and everything? Pardon? You need to do the MOT test every year, or Not with this because it not doesn't drive. Yeah, just for these kinds of steps. Okay. Yeah, but mine. No, it's too എത്ര old. വർഷമായി? It's too old, you see. Too old. Yeah. You know how Too old this is. This About 1930.
36. 1930 അല്ലേ? 1936 വണ്ടിയാണ്. Where do you come from? ഇതാണ് 1936 വണ്ടി. എന്താ മോനെ, ഇതൊക്കെ മോഡിഫൈ ചെയ്ത് അത്ര ക്ലിയർ ആയിട്ടാണ് കൊണ്ടുവന്നത്. പെയിന്റ് അടിച്ച് നല്ല വൃത്തിയാക്കിയിട്ട് ഒന്ന് തൊട്ടച്ച് ഒന്ന് നമിച്ചേക്കാം. ഗുരുവേ നമിച്ചിരിക്കുന്നു. ഇതിന് എഞ്ചിനായിരിക്കും അല്ലെ താഴെ നിന്ന് മറ്റേ കറക്കായിരിക്കും പുക കൊടുത്തിട്ട്, അതാണ് തോന്നുന്നത്. പട്ടികൾ ഇതിന് നമുക്കൊരു ദിവസം ഭക്ഷണം നമ്മൾ മതി. ഇതുപോലെ കിട്ടുന്ന ഓരോരുത്തരെ പിടിച്ചോണ്ട് പോയി. അതെ, പിടിക്കാവുന്നതാണ് സംശയമുണ്ട്. ടോസ്റ്റൊക്കെ മേടിക്കേണ്ടി വരുമെന്നാണ്. ടോസ്റ്റ് എത്ര ഇവിടെ 20 ഫോട്ടോ. എന്നാ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. അപ്പം UK ബഡീസ് അപ്പൊ UK ബഡീസിന്റെ കണ്ടുകൊണ്ടേയിരിക്കാം. താങ്ക് യു.